ഹലോ, ഹെൽമിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. ബെൻസി, ആരോഗ്യം സൂക്ഷിക്കണം, ഉറക്കം നല്ലതുപോലെ വേണം, നല്ല ക്ഷീണമുണ്ട്, പിന്നെ എന്നെ എന്താണ് മോളെ പോലെ സ്നേഹിക്കുന്ന അമ്മമാർ കുറേ പേര് മെസ്സേജ് ഇട്ടു. നിൻ്റെ ഒരു അമ്മയായിട്ട് കണ്ടാൽ മതി, താൻ ചത്തിട്ട് മീനെ പിടിക്കണ്ട. ഇതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവരാണല്ലോ എനിക്കിങ്ങനെ അഡ്വൈസ് തരുന്നത്. അതിൽ ഒത്തിരി സന്തോഷം. ഇന്നലത്തെ വീഡിയോയിൽ ശരിയാണ്, നല്ല ക്ഷീണം എനിക്ക് തോന്നി. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് അത്രയും നിങ്ങൾക്ക് തോന്നുമോ ഉണ്ടോ എന്ന് പറയണേ. കാരണം ഇന്നലെ ഞാൻ തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. മുഖത്തിനൊരു കടുപ്പം എനിക്കും ഫീൽ ചെയ്തു. ഇന്ന് ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇന്ന് ഞാൻ രാവിലെ തന്നെ നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ പൊത്തി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണ നമ്മുടെ തലയിൽ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിന് വലിപ്പം കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നു, അറിയില്ല. പക്ഷേ ഉറക്കം ഇത്തിരി കുറവുണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്താണ്, പുതിയതായിട്ടൊരു സംഭവം കൂടെ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണം. പിന്നെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കും എൻ്റെ നമ്പർ അറിയില്ലായിരുന്നു, അങ്ങനെ മെസ്സേജ്, ഫോൺ വിളി അതൊന്നും ഇല്ലായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയും കൂടെ കുറച്ച് സമയം എൻ്റേത് പോകുന്നുണ്ട്. ഫോണിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ എൻ്റെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ നമ്പർ തന്നിട്ട് വിളിക്കുമ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കത്തില്ല, എന്താണ് നമ്പർ തന്നിട്ടൊന്നും എടുക്കുന്ന പോലും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെയാണോ വേണ്ടതെന്ന് തീർച്ചയായിട്ടും ഞാനാണെങ്കിലും ചിന്തിക്കും. ഒരു മെസ്സേജ് തന്നിട്ട് ഞാൻ കണ്ടു, ഒരു റിപ്ലൈ തന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനാണെങ്കിലും ചിന്തിക്കും, എന്നാലും സീൻ കാണിക്കുന്നുണ്ട്, ഒരു റിപ്ലൈ തന്നൂടെ എന്ന് ചിന്തിക്കില്ല. അപ്പം എല്ലാവർക്കും ഒരു നിസ്സാരം എനിക്കൊരു ഹായ്, ഇപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണോ എനിക്കൊരു ഹായ് പറയുന്നത്, അവർക്ക് എങ്ങനെയാണോ മറുപടി കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഞാൻ വാട്സപ്പിലും മറുപടി കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല. 99.99% ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാവരുടെയും ഫോണും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം പോകുന്നുണ്ട്. അത് ആദ്യമായി കൊണ്ടാണ്, കാരണം ആദ്യമായിട്ടാണല്ലോ എൻ്റെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സ്നേഹത്തിന് വേണ്ടി വിളിക്കുന്നവരുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇത്രയും നാൾ കിട്ടാതിരുന്ന നമ്പറിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അതിൽ ആ സന്തോഷം പങ്കിടാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിലോട്ട് വന്നപ്പോൾ ഒരു ഇത്തിരി സമയം അതിനുവേണ്ടി ജോസാൻ പുറത്തു പോയി, ജോസാനാണോ വരുന്നതെന്ന് നോക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇച്ചിരി ടൈം മാനേജ് ചെയ്യാൻ എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് ക്രമേണ ശരിയായിക്കോളും. ഏത് സാഹചര്യം അങ്ങനെയാണല്ലോ. എന്ത് സംഭവം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് വരുമ്പോൾ നല്ല കാറ്റുണ്ട്, അതിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ മുറ്റത്താണല്ലോ. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ്. നമ്മുടെ റുട്ടീനിൽ നിന്നും മാറി എന്തെങ്കിലും പുതിയതായിട്ടൊരു എൻഗേജ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ ഇത്തിരി ഒരു സമയമെടുക്കും. എനിക്കും സമയം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നു. ഇപ്പോൾ ഒരു ടൈം ടേബിൾ വെച്ച് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നു. വിഷമിക്കേണ്ട. എന്നെ കണ്ടിട്ട് ഒത്തിരി ഒരു പേഴ്സണലായിട്ട് ഒത്തിരി സങ്കടത്തോടെ മെസ്സേജ് ഇട്ട് കേട്ടോ. ബെൻസിയെ കണ്ടിട്ട് ഒത്തിരി വിഷമമുണ്ട്, എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വീഡിയോ ഇടണം, അത് അത്യാവശ്യമാണ്, മറ്റേതും ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, അതും വേണം, എങ്കിലും പറ്റുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങളുടെ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബ് മാത്രമല്ല വേറെ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു സെറ്റ് ആവാൻ എനിക്ക് ഇത്തിരി സമയമാകുന്നത് വരെ എനിക്ക് തോന്നുന്നു ഡെയിലി വീഡിയോ ഇടക്കം എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അത് എനിക്കറിയാം, എന്നെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. കറക്റ്റ് 3 മണിക്ക് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയെ എന്തിയെ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പം വാട്സപ്പ് ഉള്ളതുകൊണ്ട് അതിൽ ചോദിക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളവരോട് ഇത് പറയുന്നതിന് വിഷമവും ഉണ്ട്. ഡെയിലി ആണല്ലോ ഞാനിപ്പം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇച്ചിരി സാഹചര്യത്തിൽ എനിക്കൊരു ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ ഇത്തിരി ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ വീഡിയോ ചിലപ്പോഴൊക്കെ രാവിലെയാണ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ചിലപ്പം 3 മണിക്ക് അപ്ലോഡ് ആയില്ലെങ്കിലും 4 മണിക്കകം ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ടിരിക്കും.
4 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടില്ല കേട്ടോ. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഞാൻ വീഡിയോ ഇട്ടിരിക്കും. പോട്ടെ കൂടിപ്പോയാൽ ഒരു 4:30. ഇതിനകം വീഡിയോ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണെങ്കിൽ അന്ന് വീഡിയോ ഇല്ലയെന്നോ. ഇനി ഒരു ദിവസം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിറ്റേ ദിവസം വീഡിയോ ഇട്ടിരിക്കും. 2 ദിവസം, ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ മുടക്കത്തില്ല. കാരണം എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു പ്രൊഫഷനാണ്, അതും എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ സഹിച്ചേക്കാം ഒരു ദിവസം വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ. ചേച്ചിക്ക് എന്തെങ്കിലും പ്രോബ്ലമാണ്, ചേച്ചി നാളെ ഇട്ടാൽ മതി, ഞങ്ങൾ കണ്ടോളാമെന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. പക്ഷേ യൂട്യൂബിനതറിയില്ല. ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാതിരുന്നിട്ട് പിറ്റേന്നിടുമ്പോൾ പലരിലും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല. അതനുസരിച്ച് നമ്മുടെ വ്യൂസും കുറവാണ്, എത്ര നല്ല വീഡിയോ ആണെങ്കിലും. അത് യൂട്യൂബിൻ്റെ ഒരു ആൽഗരിതമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വീഡിയോയ്ക്കും റീച്ച് കിട്ടും. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് 3 മണിക്ക് വീഡിയോ ഇട്ട് ഒരു വിധത്തിൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് ഒന്ന് പൊക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഇടയ്ക്കിത് കയറി വന്നതും വീണ്ടും ഒന്ന് ഡൗൺ ആയിപ്പോയതും. അത് പക്ഷേ യൂട്യൂബിന് അറിയത്തില്ലല്ലോ, അവർ വേറെ ജീവിതമാർഗം തേടിപ്പോയി, അവർക്ക് സമയമില്ല, അതൊന്നും അവർക്കറിയത്തില്ലല്ലോ. അത് നമുക്ക് മാനുവൽ അല്ലല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നട വിട്ടെങ്കിലും വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും, വ്യൂസിനെ ബാധിക്കും, സബ്സ്ക്രൈബേഴ്സിനെ ബാധിക്കും. അതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നട വിട്ട് വീഡിയോ ഇടാൻ മാക്സിമം എന്നല്ല 99.99% ഒന്നട വിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നോ, ഒരു ദിവസം വീഡിയോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും വന്ന് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ കാണുന്നവരും ചിന്തിക്കും എന്താണിത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ചിന്തിച്ചേക്കാം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല അങ്ങനെ ചിന്തിക്കുന്നവരും കാണാം. അപ്പോൾ എന്നും അങ്ങനെ ഒന്നട വിട്ട് പറയണ്ടല്ലോ, ഇന്ന് വീഡിയോ ഇല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് എൻ്റെ പ്രതിസന്ധി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരണമെന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണെന്ന് ജോസ്റ്റാൻ പറയുന്നുണ്ട്, ഞാൻ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ജോസ്റ്റാൻ നോക്കാം, റിപ്ലൈ കൊടുക്കാമെന്ന്. പക്ഷേ ഞാനത് സമ്മതിക്കാത്തതിൻ്റെ കാര്യം, നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ കമൻ്റ് ഇടുന്നവർ, വർഷങ്ങളായിട്ട് കമൻ്റ് ഇടുന്നവർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, മെയിലിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ അത് എനിക്കേ അറിയത്തുള്ളൂ എത്രത്തോളം അടുപ്പമുള്ളവരാണ് ഇതെന്നും. ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോൾ അതെനിക്കേ മനസ്സിലാവത്തുള്ളൂ. ജോസ്റ്റാൻ ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ എന്നത്തെയും കമൻറ്റ് വായിക്കുന്നു, പക്ഷേ അത്രത്തോളം എനിക്കവരുമായിട്ട് അടുപ്പമുണ്ടെന്ന് ജോസ്റ്റാൻ അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് തന്നിട്ട്, കൂടുതലും പേരെ ഈ വാട്സപ്പിൽ മെസ്സേജ് തരുന്ന എനിക്ക് തോന്നുന്നു ഒരു 85% ആൾക്കാരും നമ്മുടെ ഇതിൽ റെഗുലറായിട്ട് കമൻ്റ് ഇടുന്നവരാണ്. അപ്പോൾ അവരുടെ പേര് വായിക്കുമ്പോഴേ എനിക്കറിയാം ഇന്നയാളാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജോസാനത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് തന്നിട്ട് ഇനി സപ്പോസ് ഒരു കമൻറ്റ് ചെയ്യുവാണ്, ബെൻസി വാട്സപ്പിൽ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. അയ്യോ എന്തായിരുന്നു അവർ തന്ന മെസ്സേജ്. പിന്നെ ഞാൻ മൊത്തം സെർച്ച് ചെയ്ത് പോകണം. കാരണം ഒരു ദിവസം തന്നെ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ 100-200 മെസ്സേജുകൾ വാട്സപ്പിൽ വരാറുണ്ടായിരുന്നു. ഇപ്പം ഒരിത്തിരി കുറവുണ്ട്. കാരണം ആദ്യത്തെ ആ നമ്പർ കിട്ടുമ്പോൾ ഒരു ആകാംക്ഷയുണ്ടല്ലോ, അങ്ങനെ. അപ്പം പിന്നെ ഞാനത് മൊത്തം സെർച്ച് ചെയ്യണ്ടേ ആ കമൻറ്റ് വായിക്കണമെങ്കിൽ. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും പേര് പറഞ്ഞാണ് വാട്സപ്പിൽ ഇടുന്നതെന്നുണ്ട്, അന്നേരം തന്നെ പേരും സ്ഥലവും ഗൾഫിലാണെങ്കിൽ അത് എനിക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി എൻ്റെ കോണ്ടാക്റ്റിലെ നമ്പറുകൾ സേവ് ചെയ്തിരിക്കുന്ന പേര് കണ്ടാൽ നിങ്ങൾ ചിരിച്ചുപ്പാട് വരും. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെയുള്ളൊരു ടെക്നിക്കിലാണ് ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് മാറിപ്പോകത്തില്ല. ഇപ്പോൾ ഒരാൾ പത്തനംതിട്ടയുള്ളതാണ്, ഖത്തറാണെങ്കിൽ ഞാൻ ആ പേരിൻ്റെ കൂടെ ഖത്തർ പത്തനംതിട്ട എന്നിടും. അതുപോലെ തന്നെ ചില അമ്മമാരൊക്കെ പ്രായം വെച്ച് പറയും. അപ്പോൾ എനിക്ക് പേര് വെച്ചിട്ടാൽ അവരുടെ പ്രായം അറിയാത്തില്ല. അതുകൊണ്ട് ഞാൻ ആ പേരിൻ്റെ കൂടെ ഇപ്പോൾ കൊല്ലമാണെങ്കിൽ കൊല്ലം, 68 വയസ്സാണെങ്കിൽ 68 ഇങ്ങനെ ഇവിടെ ചേർത്തൊക്കെയാണ് ഇടുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ പഴയ മെസ്സേജുകൾ മൊത്തം ഞാൻ കേട്ട് നോക്കണം. എൻ്റെ പ്രായമാണോ, എന്നൊക്കെ മൂത്തയാണോ, ഇളയതാണോ, ആൻറ്റിയാണോ, അമ്മയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്നാകുമ്പോൾ ആ പ്രായം കൂടെ അങ്ങോട്ട് ടൈപ്പ് ചെയ്തിടുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്നയാളാണ് മെസ്സേജ് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിൻ്റെ പേര് കണ്ടാൽ ആരെങ്കിലും കണ്ടാൽ ചിരിച്ചുപ്പാട് വരും. അങ്ങനെയൊക്കെ രീതിയിലാണ് ഞാൻ കോണ്ടാക്റ്റിൽ പേരിട്ടേക്കുന്നത്. ഇപ്പോൾ പൂനെ എന്നൊരു കോണ്ടാക്ടറാണെങ്കിൽ പൂനെ, ഞാൻ കണ്ണൂരുള്ളതെന്ന് പറഞ്ഞാൽ പൂനെ കണ്ണൂർ ഇടും. ഇപ്പോൾ ജോസാൻ ചില ദിവസം അഡ്രസ്സ് എടുക്കാനായിട്ട്, ജോസാനാണല്ലോ പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ അഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇത് പൂനെയാണോ ഇത് കണ്ണൂരാണോ, ഫിക്സ് ചെയ്യ് ഏതാ സ്ഥലമെന്ന്.
അപ്പോൾ അതെനിക്കേ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കോമഡികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇത് പറയാനാണ് വന്നത്. ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം ആ വീഡിയോ വന്നിരിക്കും. അപ്പോൾ എന്താണ്, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ, ജീവിതമാർഗമല്ലേ. നമുക്കിപ്പം ഒരു സോഴ്സ് മാത്രം, ഒന്നിൽ നിന്ന് മാത്രം പറ്റുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. എടുത്തു പറയേണ്ട കാര്യമാണ്, കുറേ അമ്മച്ചിമാർ, അതായത് ഒരു 50 വയസ്സിന് മേപ്പോട്ട്, 60 വയസ്സിന് മേപ്പോട്ട്, 70 വയസ്സിന് മേപ്പോട്ടുള്ളവർ വരെ ഫോൺ ചെയ്തിട്ട് ഭയങ്കര സ്നേഹമാണ്. മോളെ നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, മോനെ ഒത്തിരി ഇഷ്ടമാണ്, ഞങ്ങൾ എന്നും നോക്കിയിരിക്കും. എനിക്ക് അതിശയമാണ് കേട്ടോ, ഇത്രയും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു അനുഗ്രഹമാണ്. അത്രയോ പ്രായമായവരിൽ നിന്നൊക്കെ അത്രയൊരു സ്നേഹത്തോടെ ഒരു വാക്ക് കേൾക്കുന്നു. അവരവരുടെ വീട്ടിലെ ഒരാളെപ്പോലെ നമ്മളെ കാണുന്നു. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നോ, നമ്മുടെ ചാനലിൽ വ്യൂസ് വെച്ച് നോക്കുവാണെങ്കിൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അത് വെച്ച് നോക്കുവാണെങ്കിൽ വ്യൂസ് തീരെ കുറവാണ്. അതിലെനിക്ക് തീർച്ചയായിട്ടും സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര സങ്കടം വരുന്നില്ല. എന്താണെന്നറിയോ, 10,000 പേരെ കാണുന്നുള്ളെങ്കിലും 5,000 പേരെ കാണുന്നുള്ളെങ്കിലും അവരുടെ വീട്ടിലെ ഒരു മെമ്പറാണ് ഞാൻ. അത്രയ്ക്കാണ് സ്നേഹത്തോടെയാണ് ഓരോ മെസ്സേജുകൾ വരുന്നത്. കാരണം ഈ വീഡിയോസ് കാണുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ ഓൾറെഡി ഞങ്ങളുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു, അനേക ലക്ഷങ്ങൾ മില്യനൊക്കെ കാണുന്നു. അപ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിൽ അവരുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ഈ ചാനലിൽ ഒരു 5,000 വ്യൂസ് ആവട്ടെ, 10,000 വ്യൂസ് ആവട്ടെ, അവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരും, എല്ലാവരും ഞങ്ങളെ അവരുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്നവരുമാണ്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ കാണുന്നതിന് ആ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് തന്നെ 72 വയസ്സുള്ള ഒരു അമ്മച്ചിയെ വിളിച്ചത്, മോളെ ഞാൻ അധികം നാളൊന്നും ആയില്ല നിൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട്, 2-3 മാസമേ ആയിട്ടുള്ളൂ. അന്ന് തൊട്ട് ആഗ്രഹിക്കുകയാണ് നിൻ്റെ അടുത്തുനിന്ന് ഫോണിൽ സംസാരിക്കണമെന്ന്. ഇപ്പോഴാണ് എനിക്കതിന് പറ്റിയത്. ഞാൻ നമ്പർ കണ്ട ഉടനെ ബുക്കിൽ എഴുതി വെച്ചു, ഞാൻ ഇപ്പം വാട്സപ്പിൽ കൂടി വിളിക്കുകയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചാനലിൻ്റെ വിജയവും. പറഞ്ഞു ഒത്തിരി പറഞ്ഞു പോയി. നിസാരം ഇത്രയും കാര്യം പറയാൻ വന്നെയാണ്. ഡെയിലി ഇനിയും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിടയിട്ടേ വീഡിയോ ഇടത്തുള്ളൂ. ഞാനത് എന്നും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇനി ഇടത്തില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്രയും വലിയ കഥകൾ പറഞ്ഞു തീർത്തത്. അപ്പോൾ ഇനി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും ഡെയിലി വീഡിയോയുമായി അല്ലെങ്കിൽ ഒന്നിടയിട്ട ദിവസങ്ങളിൽ വീഡിയോയുമായി ഞങ്ങൾ തീർച്ചയായിട്ടും വരും. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റ.